ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടിയും മുട്ടയും വെച്ച് ഒരു അടിപൊളി സ്നാക്സ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ച് നന്നായിട്ട് കുഴച്ച് മാറ്റി വെക്കുക. പിന്നീട് സ്റ്റൗവിലേക്ക് കടായി വെച്ച് അതിലേക്ക് ഒരു സവോള കട്ട് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി അതിനുശേഷം നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് അതിനെ ഒന്ന് പച്ചമണം മാറുന്ന വരെ മൂപ്പിച്ചെടുത്തതിന് ശേഷം പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് ഒരു കഷ്ണം ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നീട് നമ്മൾ അതിലേക്ക് കറിവേപ്പില മല്ലിയില കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത്, 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്ത്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മളതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നീട് നമ്മൾ അതിനെ എല്ലാം സൈഡിലേക്ക് മാറ്റി അതിൻ്റെ നടുവിലേക്ക് 2 മുട്ട പൊട്ടിച്ചതും കൂടി ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കുക. അപ്പോൾ എല്ലാം നന്നായിട്ട് ചിക്കി എടുത്തതിന് ശേഷം നമ്മൾ അതിനെ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ച മാവ് എടുത്തിട്ട് അതിനെ ഒന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുത്ത് 4 സൈഡും കട്ട് ചെയ്തതിന് ശേഷം നമ്മളതിനെ ഒരു ചതുരത്തിലാക്കി എടുത്തതിന് ശേഷം നമ്മൾ മസാലയും കൂടെ അതിൻ്റെ നടുവിലോട്ടൊന്ന് വിളമ്പി കൊടുത്ത് നമ്മളതിനെ നന്നായിട്ട് ഒന്ന് മടക്കി ഒരു ഫോർക്ക് വെച്ച് അതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാം ഇതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം പിന്നീട് നമുക്ക് സ്റ്റൗവിലേക്ക് അതേ കടായി തന്നെ എടുത്തു വെച്ച് അതിലേക്ക് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് ഇതിനെ നമുക്കൊന്ന് പൊരിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പം എല്ലാം എണ്ണയിലേക്ക് പറക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ 2 ഭാഗവും തിരിച്ചും മറച്ചും ഇട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണയൊന്നും കുടിക്കത്തില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പം ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിട്ട് നാളെ കാണാം.